വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഗുരുതരമായ അലംഭാവവും കൃത്യവിലോപവുമാണ് ഇതിന് വഴിതെളിച്ചത് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം ഇത് സാധാരണ ഒരു കാട്ടാനയല്ല. കർണാടക ഗവൺമെൻറ് റേഡിയോ കോളർ പിടിപ്പിച്ച ഒരു കാട്ടാനയാണ്. ആ കാട്ടാന ഇവിടെ വന്നിട്ട് 15 ദിവസത്തിലേറെയായി എന്ന് ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കറിയാം. അതായത് അവർ മനസ്സ് വെച്ചാൽ ഈ കാട്ടാനയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി വിവേചിച്ചറിയാൻ പോരുന്ന സംവിധാനം ഇവിടെ നിലവിലുണ്ട്. അപ്രകാരമുള്ളൊരു ആന നാട്ടിൽ സ്വൈരവിഹാരം നടത്തുന്ന സമയത്തും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചു. ഉറക്കം നടിക്കുകയല്ല, അവർ ശരിക്കും ഉറങ്ങി. അതിൻ്റെ വിലയാണ് ഇവിടെ പാവപ്പെട്ട ഒരു കുടുംബം അനാഥമായി തീർന്ന ഗതികേട് സംഭവിച്ചത്. വയനാട്ടിലെ അജീഷിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്കുള്ള കേസ് DFO അടക്കം വയനാട്ടിലെ ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിൽ എടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഇതിങ്ങനെ തുടരുന്നതിൻ്റെ കാരണം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവര് കർഷകനും അതുപോലെ സാധാരണക്കാരായ മനുഷ്യരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വേണ്ടത്ര ഗൗരവത്തോടെ മനസ്സിലാക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അതായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥര് കാണിക്കുന്ന അലംഭാവം, അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഭരണ നേതൃത്വം, ഇത് രണ്ടും ചേർന്നപ്പോഴാണ് ഈ സമാനമായ ഗതികേടുകൾ ഇവിടെ ആവർത്തിക്കുന്നത്. ജീവിക്കുന്നതിന് വേണ്ടി പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗതികേടാണ്. കാരണം കർഷകൻ പകലന്തിയോളം പണിയെടുത്തെങ്കിൽ മാത്രമേ അവൻ്റെ ഉപജീവനം സാധ്യമാവുകയുള്ളൂ, അവൻ്റെ കുടുംബം പോറ്റാൻ പറ്റുകയുള്ളൂ. അപ്രകാരം ഒരു സാഹചര്യത്തിൽ അവൻ കൃഷിഭൂമിയിൽ പോലുമല്ല, സ്വന്തം വീട്ടുമുറ്റത്ത് ആന കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ചയാണ്. സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും ഇന്നാട്ടിൽ സുരക്ഷിതത്വമില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ ലക്ഷണമാണ്. വന്യമൃഗശല്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായ സമര മുറകളുമായിട്ട് തെരുവിലിറങ്ങാൻ മലയോര കർഷകർ നിർബന്ധിതരായിരിക്കുകയാണ്. തീർച്ചയായും സമരരംഗത്തേക്ക് മലയോര കർഷകർ ഇറങ്ങുക തന്നെ ചെയ്യും.